മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വം മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ നമുക്കെടുക്കാം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 verse 19 to 20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. ഊഫ എന്ന സ്ഥലത്ത് ഏലിയാസ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ കഠിനാധ്വാനം കൊണ്ട് ആ ദേശത്തെ ഏറ്റവും വലിയ പണക്കാരനായി തീർന്നു. അതിഥികൾ മിക്ക ദിവസങ്ങളിലും ആ വീട്ടിലേക്ക് പോകുന്നത് കാണാം. അവർക്ക് കൊടുക്കാൻ അയാൾ ഏറ്റവും നല്ല വിഭവങ്ങൾ തന്നെ തെരഞ്ഞെടുത്തു. അവർ ഏലിയാസിന്റെ മഹാഭാഗ്യത്തെ സ്തുതിച്ചുകൊണ്ട് തിരികെ പോകുമായി. കാലം കുറെ കഴിഞ്ഞു. ഒരിക്കൽ നിർഭാഗ്യങ്ങളുടെ ചവറ്റുകുട്ടയിലേക്ക് ആ മനുഷ്യൻ കാൽ വഴുതി വീണു. കള്ളന്മാർ അയാളുടെ സമ്പത്ത് മോഷ്ടിച്ചു. ഓക്കളും കുരുതകളുമെല്ലാം രോഗം പിടിച്ച് ചത്തു. ഏതാനും നാളുകൾ കൊണ്ട് അയാൾ ദരിദ്രനായി. അയാളുടെ മക്കളും കലഹിച്ചു പല വഴിക്ക് തിരിഞ്ഞു. അവരുടെ നിർധനാവസ്ഥയിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ മുഹമ്മദ് ഷാ സഹായിക്കാമെന്നേറ്റു. അയാൾ ആ വൃദ്ധ ദമ്പതികളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഏലിയാസും ഭാര്യയും സന്തോഷത്തോടെ ജീവിച്ചു. ഒരിക്കൽ മുഹമ്മദിന്റെ വീട്ടിൽ കുറെ അതിഥികൾ വന്നു. അവരുമായി മുഹമ്മദ് സംഭാഷണം നടത്താൻ തുടങ്ങി. അതിനിടയിൽ ഏലിയാസിന്റെ കാര്യവും ചർച്ച ചെയ്യപ്പെട്ടു. സമ്പന്നതയിൽ നിന്നും നിത്യദാരിദ്ര്യത്തേക്ക് തലകുത്തി വീണ ഏലിയാസിനെയും ഭാര്യയെയും കാണാൻ അതിഥികൾ തിടുക്കം കൂട്ടി. മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ഏലിയാസ് വന്നു, അയാളോടൊപ്പം ഭാര്യയും. നഷ്ടപ്പെട്ടുപോയ സുഖജീവിതത്തെക്കുറിച്ച് ദുഃഖമുണ്ടോ? അതിഥികളിൽ ഒരാൾ ഏലിയാസിനോട് ചോദിച്ചു. അതിനുത്തരം നൽകിയത് വൃദ്ധയായ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. അവൾ പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥ സുഖം. കാരണം 50 വർഷമായി ഞങ്ങൾ ഈ സന്തോഷം തിരയുകയായിരുന്നു. സമ്പന്നരായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ധനമെന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ദൈവത്തെ അന്വേഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നു. ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെട്ട നാളുകളേക്കാൾ എത്രയോ സുഖപ്രദമാണിത്. അതിന്റെ തുടർച്ചയെന്നോണം ഏലിയാസ് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് പരമസുഖമാണ്. യജമാനന് ലാഭമുണ്ടാകണം എന്ന ചിന്തയോടെ ഞങ്ങൾ ജോലി ചെയ്യുന്നു. ജോലി കഴിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു. ശരീരം ചൂടാക്കാൻ വിറകുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. അത് കേട്ടപ്പോൾ അതിഥികൾ ചിരിച്ചു. എന്നാൽ അതിഥികളിൽ ഒരാൾ പറഞ്ഞു, ആലോചനാപൂർണമായ മറുപടിയാണിത്. അതിഥികൾ പിന്നീട് ചിരിച്ചില്ല. അവർ ചിന്താമഗ്നരായി. ആ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതെ, സ്വർഗത്തിലെ നിക്ഷേപമാണ് ഏറ്റവും വലുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.